ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വീട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ഇതാ കണ്ടോളൂ. ഇതാണ് കേട്ടോ ശിശുപാൻ്റെ വീട്. പിന്നെ ഹോം ടൂർ ചെയ്യുമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചെയ്യാം. നേരത്തെ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലല്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് ചെയ്യാം. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റൊക്കെ ഇല്ലേ, ഒരു മൂഡും ഇല്ല. പിന്നെ ഭയങ്കര ഒരു ഉറക്കക്ഷീണമൊക്കെ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ന് വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ ഓർത്തു 21 ഡേയ്സ് ചലഞ്ചല്ലേ, എനിക്ക് തന്നെ റിക്കവർ ചെയ്ത് വരുമ്പം ഇനി നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തന്നിട്ട് ഞാൻ വീഡിയോ ഇനി മുടക്കി കഴിഞ്ഞാലിട്ട് ഇടിക്കില്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മടി മാറ്റാൻ വേണ്ടി ക്യാമറ അവിടെ ഓണാക്കി വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പം തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു തക്കാളി ചട്നീൻ്റെ റെസിപ്പി ഇടാമെന്നുള്ളത്. ഒരുപാട് പേർക്ക് തക്കാളി ചട്നീൻ്റെ റെസിപ്പിക്ക് അറിയുമായിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഷെയർ ചെയ്യാം. ഞാൻ നടന്നതാ ഇങ്ങനെ വയലിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാതെ ഡയറക്റ്റ് ഇങ്ങനെ വീഡിയോ കുക്കിംഗ് ആയിട്ട് കാണിക്കാൻ എന്തോ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് വീഡിയോക്ക് എത്ര വ്യൂ ഉണ്ട് എന്നതിനേക്കാൾ ഉപരി ഐ വോണ്ട് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യണം, അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം, പിന്നെ ആൾക്കാർക്ക് യൂസ്ഫുള്ളും ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഓർക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് സംസാരിക്കുകയും ചെയ്യാം, വീഡിയോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നോക്കി, അയ്യോ മിസ്സായിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അയ്യോ അങ്ങ് ദൂരെ എത്തിപ്പോയി. കുറേ കൊക്കുകളുണ്ടായിരുന്നു, അതെല്ലാം കൂടെ എൻ്റെ മുന്നിൽ കൂടിയാണ് പാറിപ്പോയത്. നല്ല കണ്ണിന് സുഖമുള്ള നല്ല കാഴ്ച കാണിച്ചിട്ടെ നിങ്ങൾക്ക്. ചെറിയ വെയിൽ വരാൻ തുടങ്ങി. അപ്പം കണ്ണിൽ കാണുന്ന ആ ഭംഗി പക്ഷേ ഈ ക്യാമറയിലൂടെ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയ വരമ്പിലൂടെയാണ് കേട്ടോ എൻ്റെ നടത്തമെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ക്യാമറയിലേക്ക് നോക്കി നടക്കുമ്പോൾ വല്ല ജന്തുക്കളും വന്ന് കടിക്കണമെന്ന് പേടിയാവുന്നുണ്ട്. പണ്ടൊക്കെ ഇതിലൂടെ എപ്പോഴും ആൾക്കാർ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വാഹനങ്ങളൊക്കെ ആയില്ലേ, അപ്പം നടത്തം കുറവാണ് ഇതിലൂടെ. അപ്പം ഒരു പേരിനൊരു വഴി ഉണ്ടെന്നേ ഉള്ളൂ. കുറേ കൃഷികളാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ മണ്ണിട്ട സ്ഥലമല്ലേ, അവിടെ വാഴ വെക്കാൻ വേണ്ടിയിട്ട് കളച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ, വെണ്ട കൃഷിയാണ്. അത് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലില്ലേ നല്ല രസമാണ് കാണാൻ. പൂവ് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ട് ദൂരെ നിന്ന് കാണുമ്പോൾ. വീട്ടിലെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഈ വെണ്ടക്കൃഷി നടക്കുന്നത് അവിടെയാണ്. ഇതാണ് ആ പൂവ്, കണ്ടോ? പക്ഷെ ഇത് നേരിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടോ, ക്യാമറയിൽ എടുക്കുമ്പോൾ ആ ചെടികൾ കാണുന്നുണ്ടോ, അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല. ആ കളറ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പൂവ് കണ്ടിട്ടുണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു പൂവ് കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ കാക്കപ്പൂവ് എന്ന് പറയുന്നത് ഇതിനല്ലേ കാക്കപ്പൂവ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇതാ നമ്മുടെ തൊട്ടാവാടിയുടെ പൂവ്. തൊട്ടാവാടി നല്ല രസമല്ലേ, ഇതിങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ? തൊട്ടാവാടീനെ കാണുന്നുണ്ടോ? തൊട്ടാവാടീനെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ അത് വാടിപ്പോവുമല്ലോ, തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വാടിപ്പോവും. അതൊക്കെ ചെറുപ്പത്തിൽ ഒരു ഹരമുള്ള പരിപാടിയായിരുന്നല്ലോ. ഇപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു അല്ലേ, നല്ല ഭംഗിയില്ലേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമുള്ള സ്ഥലമാണ്. പിന്നെ വൈകുന്നേരം സന്ധ്യ സമയത്ത് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാട്ടോ. അതുപോലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ട് വെളിച്ചം വരുന്ന സമയത്ത് ഇതിലൂടെ നടന്നാൽ നല്ല കോടയൊക്കെ ഉണ്ടാവും. ഞാൻ തിരിച്ച് നടക്കുകയാണ്, കാരണം എന്താ അറിയോ, ശിശോബേട്ടൻ ഓഫീസിൽ പോകാൻ സമയമായി. എടാ 9:40. അയ്യോ, ശിശോബേട്ടൻ അവിടെ മാവൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം ഡിസ്റ്റൻസേ ഉള്ളൂ ബൈക്കിൽ. അപ്പോൾ അവിടുന്ന് ചോട്ടും അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോവാം. പിന്നെ ഈ വീഡിയോ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഈ വീഡിയോ ഒക്കെ ഈ സ്ഥലമൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേ, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കൊരു 21 ഡേയ്സ് ഒപ്പിക്കണ്ടേ, അപ്പോൾ അതൊക്കെ ചെയ്യാം. ഓക്കെ, ബായ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മേക്ക് തക്കാളി ചട്നി. അടിപൊളി സൂപ്പർ യമ്മി ടേസ്റ്റി സ്പൈസി ഈ തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 തക്കാളിയാണ്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 4 തക്കാളി ആ രീതിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളിയുടെ വലുപ്പമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞു കൊടുത്ത് ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള അധികം വേണ്ട, തക്കാളിയാണ് കൂടുതൽ വേണ്ടത്.
അപ്പോൾ ആ സവാള നമ്മളിങ്ങനെ പകുതി കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് എടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഒരു തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് തക്കാളി ഇങ്ങനെ വെന്ത് വരണം. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. പക്ഷെ നോക്ക്, എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ക്ലിപ്പ് മിസ്സായടാ, എന്താണെന്നറിയില്ല, സ്റ്റക്കായി പോയി. പക്ഷേ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം വേറെ പരിപാടിയൊന്നുമില്ല, മിക്സീൻ്റെ ജാറിനകത്തിട്ട് അരച്ചെടുക്കുക. അത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് വേവിച്ച് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഓഫ്, ഒന്ന് വാ തുറന്നേ, എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയോ? വെറുതെ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ. ഈ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ തേങ്ങ ചട്നി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ആ ഒരു തേങ്ങ ചിരകുന്ന സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഇന്ന് അമ്പലത്തിൽ പോയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ സാറ്റർഡേ അമ്പലത്തിൽ പോകാനുണ്ട് എന്തായാലും. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബിലോ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു പൊന്നു.